നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ട്രൂ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നമ്മൾ എത്രത്തോളം പ്രാർത്ഥനയും വിശ്വാസവും കൊടുത്താണോ നിങ്ങളിലേക്ക് ഞാനിത് സമർപ്പിക്കുന്നത്, നിങ്ങളത് സ്വീകരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല, നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല, കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. കാരണം ആരെയും ഒരു കാര്യങ്ങളിലേക്കും നമ്മൾ നിർബന്ധിച്ച് കേൾക്കാനോ അത് സ്വീകരിക്കാനോ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണക്റ്റ് ചെയ്യുക. നിങ്ങൾ ഏത് എനർജിയോട് കൂടിയാണോ ഓരോ ഡിവൈൻ ഗൈഡൻസും അത് ആര് ഇടുന്നതായാലും നിങ്ങൾ എന്ത് എനർജിയോട് കൂടിയാണോ കണക്റ്റ് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും, ആ രീതിയിലുള്ള എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. മനസ്സിൽ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ റീഡിംഗ് ആണ് ഇട്ടിരുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഞാൻ മാക്സിമം എടുക്കാണ്ടിരിക്കുന്ന ഒരു റീഡിംഗ് ആയിരുന്നു. കാരണം അതിനകത്തുള്ള ഒരു എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടുള്ളതേ പറയുള്ളൂ. നമ്മളാരെയും സുഖിപ്പിക്കാനായിട്ട് റീഡിംഗ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ ഒരു എനർജി പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് വളരെയധികം വേദന തോന്നിക്കുന്നതായിരിക്കും. അപ്പം മറ്റുള്ളവരുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുത്തത്. ഇന്നലെ തൊട്ടൊരു ലേഡി ഇതിനകത്ത്, ലേഡി ആണോ എന്നറിയില്ല, ഒരു നൗഫാൻതെന്നോ എന്തോ ഒരു പേരുള്ളൊരു സ്ത്രീയാണ്. ഇന്നലെ തൊട്ട് അവർ തുടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ആ ഒരു റീഡിങ്സ് കിടന്ന്. ഞാനവരെ 1, 2, 3 പ്രാവശ്യം ഞാൻ വിട്ട് കളഞ്ഞു. എന്തെങ്കിലും പറയട്ടെ, അവരുടെ ആ ഒരു മെൻ്റലി പ്രോബ്ലം കൊണ്ടായിരിക്കും, അവർക്ക് സഹിക്കാൻ വയ്യാത്ത ആ ഒരു ഫസ്ട്രേഷൻ്റെ എനർജി കൊണ്ടായിരിക്കും അവർ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചു. അവസാനം ഞാൻ വ്യക്തമായിട്ട് മറുപടി കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു. കാരണം ടാറോ റീഡേഴ്സ് ഇങ്ങനെയൊക്കെ പറയണോ എന്ന് ചിന്തിക്കുന്നതിലല്ല കാര്യം ഇരിക്കണം കേട്ടോ. ടാറോ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഗുഹാന്തരങ്ങളിൽ പോയിരുന്ന് തപസ് ചെയ്യുന്നവരല്ല. അവർ പോലും പ്രതികരിക്കും. നമുക്കൊരു പരിധിക്കപ്പുറത്തേക്കൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളുടെ നേരെ ആവശ്യമില്ലാത്തത്, അതായത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിച്ചൊരു പേഴ്സൺ പോയതിന് ടാറോ റീഡേഴ്സിനൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. ടാറോ റീഡിംഗ് അല്ല അവസാനമായ ഒരു വാക്കെന്നുള്ളതെന്ന് മനസ്സിലാക്കുക. ടാറോ റീഡേഴ്സും പച്ചയായ മനുഷ്യരാണ്. ആവശ്യമില്ലാതെ നമ്മളെ നേരെ ആക്രമിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും മറുപടി കൊടുത്തിരിക്കുക. ഏത് രീതിയിലാണോ വരുന്നത് ആ രീതിയിൽ തന്നെ മറുപടി കൊടുത്തിരിക്കുക എന്നതിന് ഒരു മാറ്റവുമില്ല. അതിനകത്ത് ഒരു സഹതാപവും കാണിക്കുകയില്ല. കാരണം നമ്മൾ നിങ്ങളുടെ ആരുടെയും പേരോ നക്ഷത്രമോ ഒന്നും പറഞ്ഞല്ല റീഡിങ്സ് ചെയ്യുന്ന. ഒരു ജനറൽ റീഡിങ്സാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക എന്നത് നിങ്ങളുടെ എനർജി വെച്ചാണ്, നിങ്ങൾ അതിൽ കൊടുക്കുന്ന വിശ്വാസമാണ്. അതല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡിയാണ് അവരെങ്കിൽ ആ ഒരു പേഴ്സൺ പോയത് ഏറ്റവും നല്ലതെന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവത്തോട് പോലും സമർപ്പിച്ച് പറയുകയാണ്. ആ സ്ത്രീയുടെ ലൈഫിൽ നിന്നും ആ ഒരു പേഴ്സൺ പോയത്, ആ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും, ഈ ഐഡിയിലെ പേര് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, അവരിൽ നിന്ന് പോയത് ഏറ്റവും നല്ലതാണ്. അവരെപ്പോലുള്ളവരുടെ കൂടെയൊന്നും ഒരിക്കലും ഒരു വ്യക്തിയും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അവർ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അവർ പറയുന്ന ഭാഷ വെച്ച് നോക്കുമ്പം അവരുടെ ഒന്നും ലൈഫിൽ ഒരിക്കലും ഒരു വ്യക്തിക്കും കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുപോലെ 1, 2 പേരും വേറെ ഉണ്ട്. ഞാൻ പറയുന്നേ ഒന്നേ ഉള്ളൂ, നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതേ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് എവിടെയോ കിടക്കുന്ന നമ്മുടെ നേരെ ഈ രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുമ്പം നിങ്ങളുടെ ഒപ്പം പോയിക്കൊണ്ടിരുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ടാറോ റീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓം നമോ എന്നും പറഞ്ഞിങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന വ്യക്തികളൊന്നുമല്ല, പച്ചയായ മനുഷ്യരാണ്. 1, 2, 3 കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായ മറുപടി ഏറ്റവും പവറായിട്ട് തരാൻ കഴിവുള്ളതും ടാറോ റീഡേഴ്സിന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആവശ്യമില്ലാത്തത് വന്നാൽ അതിനുള്ള മറുപടി കൊടുക്കും. ഞാൻ എൻ്റെ ഇത്രയും കാലം, ഇപ്പോൾ 1 വർഷം ആവാൻ പോണുള്ളൂ നമ്മൾ ഈ ഒരു റീഡിങ് തുടങ്ങിയിട്ട്. ഇനിയും കിടക്കുക 2-3 മാസം കഴിയണം 1 വർഷം പൂർത്തിയാവണമെങ്കിൽ. പക്ഷേ
ഞാൻ ആദ്യമായിട്ടൊരു സ്ത്രീയാണോ പുരുഷനാണോ ആ ഒരു വ്യക്തിയെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അവർക്ക് കൊടുക്കേണ്ട മറുപടി നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് കേട്ടോ. കാരണം എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഒരു റീഡിങ്സിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പോസിറ്റീവ് ആകുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരിക തന്നെ ചെയ്യുമെന്ന് ഞാൻ എന്നെ വിശ്വസിച്ച് എന്നിൽ നിൽക്കുന്ന എല്ലാവരോടും പറയാറുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന വ്യക്തികളിലും നമുക്ക് ചില വ്യക്തികളെ മനസ്സിലാകും, ഇത് അതിനൊന്നും വരുന്നതല്ല, നമ്മുടെ സമയം ഒന്ന് വേസ്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന കുറേ വ്യക്തികളുണ്ട്. അവരെയും ഞാൻ ആ രീതിയിൽ തന്നെ അവരോട് അതിനുള്ള മറുപടി ക്ലിയർ ചെയ്ത് പറഞ്ഞ് അവരെയും പറഞ്ഞു വിടാറേ ഉള്ളൂ. നമ്മൾ ആരെയും ദ്രോഹിക്കില്ല, പക്ഷെ നമ്മളെ ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും വന്നാൽ വിടില്ല കേട്ടോ. അതിനുള്ള മറുപടി നല്ല ക്ലിയർ ആയിട്ട് കൊടുത്ത് തന്നെ വിടും. നമുക്കറിയാം, പുച്ഛിച്ച് സംസാരിക്കുന്ന വ്യക്തികളെയും ആത്മാർത്ഥമായിട്ട് അവൾ പറയുന്ന കേട്ടത് എന്തോ വെസ്റ്റേണിലുള്ളവരൊക്കെ ഭയങ്കര ടാറോ റീഡേഴ്സാണെന്നാണ്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അവരെ ഫോളോ ചെയ്യുക. അതല്ലാതെ ഒരിക്കലും നിങ്ങളോട് ആരോടും എൻ്റെ റീഡിങ്സ് കാണാം, അല്ലെങ്കിൽ വേറെ ആരോണ്ടോ ഇന്നലെ വിളിച്ചിട്ട് പറയുന്ന കേട്ടു, അയ്യോ കുറേ പൈസ മേടിച്ചെടുത്തു, സ്പെൽ വർക്ക് കൊടുത്തു, കൂടപത്രമാണെന്ന് പറഞ്ഞു, അത് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു, 1 വർഷമായി ഇതുവരെ ഒന്നും മാറ്റിയിട്ടില്ല എന്ന് നോക്കാമോ മേഡം എന്ന്. ഞാൻ പറഞ്ഞു, അവരെ തന്നെ സമീപിക്കുക. നിങ്ങൾ ഒരുപാട് ക്യാഷ് കൊണ്ടുപോയി അവർക്ക് കൊടുത്തുവെങ്കിൽ അവരിൽ നിന്ന് തന്നെ ആ നീതി മേടിച്ചെടുക്കാൻ നോക്കുക. അതല്ലാതെ പിന്നെ അടുത്ത ആളെ കണ്ട് നമ്മളോടല്ല അത് സംസാരിക്കേണ്ടത്. നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഗൈഡൻസ് തന്ന വ്യക്തിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിതിനകത്ത് നേരിടേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചിടത്തോളം നമുക്ക് സമാധാനപരമായിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ്, ആരുടെയും ശല്യമില്ലാത്തൊരു ഭാഗമാണെന്ന് ചിന്തിച്ചപ്പം ഇവിടെയും വരുന്നുണ്ട് മാനസിക പ്രശ്നങ്ങൾ ഓവറായിട്ടുള്ള ചില വ്യക്തികൾ. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് അവർ സെൽഫായിട്ടാണ്. കാരണം അവരുടെ വിധിയാണ്, അവർക്ക് പ്രപഞ്ചം കൊടുത്തിരിക്കുന്ന ശക്തമാകുന്നൊരു ശിക്ഷ തന്നെയാണ് അവരുടെ ലൈഫിൻ്റെ അവസ്ഥകളെന്ന് തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളുടെ അവസ്ഥയെ മാറ്റിയെടുക്കേണ്ടത്, നമ്മൾ ഹീലാവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതല്ലാതെ വേറൊരാളുടെ മുതുകത്തത് തീർക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും 100 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വരുമെന്ന് മനസ്സിലാക്കുക. കാരണം ഇനി ആരാണോ മോശമായി നമ്മളുമായിട്ട് ബിഹേവ് ചെയ്യുന്ന അവരെ ബ്ലോക്ക് ചെയ്ത് കളയുന്നുള്ളൂ. ഇനി മറുപടികൾക്കൊന്നും നിൽക്കുന്നില്ല. നമുക്കറിയാം, അർഹതയില്ലാത്തവരെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല. അവർക്ക് അനുയോജ്യമായിടത്തേക്ക് പോട്ടെ. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇത്രയും ടൈം ഇത് പറഞ്ഞ് നിങ്ങളുടെ കുറേ ആളുകളുടെ സമയം കളഞ്ഞതിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇനി ശ്രദ്ധിക്കുന്നതായിരിക്കും. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെയാണ് കേട്ടോ നോക്കുന്നത്. തീർച്ചയായിട്ടും എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങളെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം. ഹാർട്ട് ഇമോഷണൽ ചീറ്റിംഗ് എനർജികൾ നിങ്ങളുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു എനർജിയോട് കൂടിയ വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ, അതായത് യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. ക്ലിയർ ആയിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ പച്ചയായ രീതിയിൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം. ഹാർട്ട് ബ്രോക്കൺ, ടെൻഷൻസ്, മറ്റുള്ളവർ നിങ്ങളെ കൺട്രോളിങ് ചെയ്യുന്ന എനർജികളൊന്നും നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കണം. പിന്നെ ഇതിനകത്ത് അമിതമായിട്ട് ചാരിറ്റി, അതായത് നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ക്യാരക്ടറുള്ള എനർജിയോട് കൂടിയ വ്യക്തികളുണ്ട്. ഇല്ല എങ്കിൽ പോലും നോ എന്ന് പറയാതെ നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബാലൻസ് ചെയ്ത് മറ്റുള്ളവരെ സപ്പോർട്ടിങ് ചെയ്യുന്ന, ചാരിറ്റി ചെയ്യുന്ന ഒരു എനർജി ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എനർജി കണക്റ്റ് ചെയ്യരുത്. നിങ്ങൾ അതിൽ നിന്നും പിന്മാറണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് വലിയ ശക്തമാവുന്ന ഒരു ചേഞ്ചിങ് ഇനി മുന്നോട്ടേക്ക് കൊടുക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കൂടുതലും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക. മാത്രമല്ല, നിങ്ങൾ വളരെയധികം ഒരു പൂർണ്ണതയുള്ള ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള, നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നല്ലൊരു ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ എനർജിയോട് കൂടിയ വ്യക്തിയാണ്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറുക, ഒരു ആത്മീയത എന്ന് പറയുന്ന പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയിലേക്ക് മാറുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സോൾ സെർച്ചിങ് നടത്തുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സോൾ, അതായത് നമ്മൾ ഏത് രീതിയിൽ സഞ്ചരിച്ചാലും നമ്മുടെ സോൾ എപ്പോഴും പൂർണ്ണതയിലായിരിക്കും.
ആയിരിക്കും. അതായത് മുൻ ജന്മങ്ങളിലെ നമ്മളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ എനർജി, നമ്മളുടെ ഒരു പൊസിഷൻ്റെ എനർജി, നമ്മൾ ഏത് സിറ്റുവേഷൻസിലായിരുന്നോ മുൻ ജന്മം ഒരു പുതിയ ആ ഒരു കാലഘട്ടത്തിൽ ജന്മം എടുത്തത്, ആ ഒരു എനർജി കുറച്ചൊക്കെ നമ്മുടെ സോളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എനർജീനെ പൂർണ്ണമായി ഹീലാക്കിയിട്ടല്ല നമ്മളിലേക്ക് സോൾ കണക്റ്റഡ് ആകുന്നത്. അപ്പം നമ്മളെ ഒരു സോൾ സെർച്ചിങ് നടത്തുക, നിങ്ങളുടെ സോളിന്, അതായത് നിങ്ങൾ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ, ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേദനയുള്ള ചില അനുഭവങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതിനെല്ലാം കാരണം നിങ്ങളെ മറന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു, അതായത് ആവശ്യമില്ലാത്ത പാസ്റ്റിൽ തൊട്ട്, അതായത് നമ്മൾ ചില കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഹീലാക്കി കളയേണ്ടതായിട്ടുണ്ട്. അതിനിങ്ങനെ ക്യാരി ചെയ്യുക എന്നത്, അതായത് നമ്മുടെ പൂർവികർ പറയും പോലെ പഴയതിനെ എല്ലാം കളഞ്ഞ് പുതിയത് സ്വീകരിക്കുക. അതായത് ശരീരമായാലും നമ്മളുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മൾ പഴയത് വീണ്ടും വീണ്ടും ധരിക്കുന്നില്ല. ഒരുവിധം അത് പഴകി എന്നറിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ് ഉള്ളെന്ന് പറയുന്നത്. എപ്പോഴും പഴയതിനെ ക്യാരി ചെയ്യാതെ അത് കളഞ്ഞ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ വളരെയധികം പ്രസന്നതയും സക്സസ്സും ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബ്ലോക്കേജ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുക എന്നാണ് കാണുന്നത്. അതായത് ഇമോഷണൽ ബ്ലോക്കേജിൽ നിന്ന് നിങ്ങൾ മാറണം. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ പൂർണ്ണമായി സ്റ്റക്കാണ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, അതായത് നിങ്ങളുടെ സോളിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം പൂർണ്ണമായി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കൂടാതെ തന്നെ ചലഞ്ചിങ്, വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരും. നിങ്ങളിൽ എപ്പോഴും വെല്ലുവിളികൾ, ഇപ്പം എനിക്ക് തന്നെയാണെങ്കിലും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു എനർജിയാണ്. നമ്മൾ എത്രത്തോളം പൂർണ്ണതയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഇത് സമർപ്പിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത് വളരെയധികം ഫൈറ്റിംഗ് പോലുള്ള അല്ലെങ്കിൽ ചില നെഗറ്റീവ് എനർജികളുടെ ആക്രമണം നമ്മൾ നേരിടുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും വെല്ലുവിളികളെ അതിജീവിക്കണം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പം നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി തന്നെയാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. സ്പിരിച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാം നിങ്ങൾ വളരെ ശക്തമാവുന്നൊരു ബൗണ്ടറി തീർത്തിരിക്കണം എല്ലാ സാഹചര്യങ്ങളിലെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്വാതന്ത്ര്യം, ഒരു ഇൻഡിപെൻഡൻസ് എനർജിയോടുകൂടി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കണം നിങ്ങളുടേതെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളെപ്പോഴും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നിടത്തെല്ലാം നിങ്ങൾ പെട്ടുപോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഈ മറ്റു സിറ്റുവേഷൻസ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ പോസിറ്റീവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാതെ പോകുന്നു. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങളുടെ പെട്ടുപോകുന്ന അല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്ന, ഉത്കണ്ഠ എന്ന് പറയുന്ന കുറേ എനർജികളിലാണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നിടത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നേടിയെടുക്കാൻ പറ്റും. ശക്തമായ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എവിടെയൊക്കെയോ വീണു പോയതായിട്ടും പെട്ടുകിടക്കുന്നതുമായിട്ടുള്ളൊരു എനർജിയിലൂടെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് എങ്ങനെയായി തീരും, വളരെയധികം പോസിറ്റീവായിട്ടും മുന്നോട്ടേക്ക് ഉയർച്ചയിലേക്ക് പോകാനും സാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ചെയ്യുക, അതായത് നിങ്ങൾ പെട്ടെന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ, സഡൻ ആക്ഷൻ എടുക്കരുത്. സഡൻ ആക്ഷൻ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റക്നെസ്സും വരും, ചീറ്റിങ്ങും സംഭവിക്കും, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്കേജ്, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച പ്രതിഫലം അതിൽ നിന്ന് ലഭിക്കാതെ വരികയും തീരാ ദുഃഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ തീരുമാനിച്ചാലും വളരെ സമാധാനത്തോടു കൂടി ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക എന്നാണ് കാണുന്നത്. അതും നിങ്ങളുടെ ലൈഫിൽ ഇച്ചിരി ഡിലേ ആയാലും, ഇച്ചിരി കാലതാമസം വന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ അതൊരു സക്സസ്, വിജയമായിട്ട് തന്നെ
തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കുടുംബ ബന്ധങ്ങളിലും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുക. നമുക്ക് കുറേ ദിവസമായിട്ട് വരുന്നൊരു എനർജി, നിങ്ങളിനി മുന്നോട്ടേക്കുള്ള ലൈഫിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഫാമിലിക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ആ ഒരു കാര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ നയിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആവണമെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ആദ്യം തുടങ്ങി വെക്കേണ്ടത് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലാണ്. നിങ്ങളുടെ വീടിനുള്ളിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരം ഈ സിറ്റുവേഷൻസിൽ നടത്തണമെങ്കിൽ എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് നോക്കിയിട്ട് അവരുടെ നഷ്ടങ്ങളാണ് കേട്ടോ, ഫ്യൂച്ചർ എനർജി, അവരുടെ പ്രതീക്ഷകൾ തകർന്നു പോയ എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് നല്ല ലോസ് എനർജിയാണ്. അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം അവർക്ക് ലോസ് എനർജിയാണ്, ഇരയാക്കപ്പെട്ട ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളും സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഒരു ബന്ധനാവസ്ഥയിൽ അവരെ തന്നെ സെൽഫായിട്ട് ബന്ധിച്ചു, അല്ലെങ്കിൽ അവർ ഒരു ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവരുടെ മുന്നോട്ടേക്ക് പോകാനായിട്ടൊരു ഹോപ്പുണ്ട്, അവർക്ക് വിജയിക്കാനുള്ള മാർഗമുണ്ട്, പുതിയൊരു തുടക്കം നടത്താനുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു സൺറൈസിങ്ങും സക്സസ് ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ലോസ് എനർജിയിൽ സ്റ്റക്കായിട്ട് എല്ലാത്തിനെയും വിട്ടെറിഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിലേക്കൊരു പുതിയ തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്ന് അവർ ഭയപ്പെടുന്നു. അതായത് നിങ്ങളുടെ അരികിൽ വരിക എന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അപമാനകരമാകുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളോട് ചെയ്ത ഓരോ പ്രവൃത്തികളും അത്രത്തോളം വേദനാജനകമായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളിൽ വന്ന് ചേരുക എന്നത് ഒരു കഠിനമായ, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റണം. അതായത് ഈ തകർന്നു പോയ, അതായത് ഒരു ട്രാജഡി എനർജിയിൽ വന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻസിൽ നിന്നും അവർക്ക് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ അവർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊരു ഇമോഷണൽ ബാലൻസ് അവരുടെ ലൈഫിൽ വരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ അവർ ഫോക്കസിങ് ആണ് കേട്ടോ. ഒരു നിങ്ങളിലേക്ക് വരാനായിട്ട് ആക്ഷൻ എടുത്ത് നിൽക്കുന്നുമുണ്ട്. കൂടാതെ തന്നെ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. കോളും മെസ്സേജും ഒന്നും നിങ്ങളിലേക്ക് അവർ അയക്കുന്നില്ല. അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് അവർ യാതൊരു രീതിയിലുള്ള ഒരു എനർജിയും കണക്റ്റ് ചെയ്യാതെ അവർ തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ്. തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പം കുറേ നാളായി തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അർഹതയുള്ള, അതായത് ഓരോ കർമ്മ തീരുന്ന അനുസരിച്ചാണ് ഓരോ വ്യക്തികൾ വന്നു ചേരുന്നത്. ഒന്നോ രണ്ടോ പേരുടെ വ്യക്തി വന്നില്ല എന്നോർത്ത് രണ്ടോ മൂന്നോ പേരുടെ വ്യക്തികൾ വന്നു ചേരുന്നുമുണ്ട്. നമ്മൾ എല്ലാവരുടെയും കമൻസുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം ആർക്കൊക്കെ ഫലം കിട്ടി, ആർക്കൊക്കെ ഫലം കിട്ടിയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവർ വീണ്ടും എന്ത് ചെയ്യണം? പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മളോട് വഴക്കുണ്ടാക്കിയാലൊന്നും ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ സമയം വീണ്ടും പിന്നിലേക്കാകപ്പെടുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം പ്രപഞ്ചം നൽകുന്ന ഒരു ഇൻഫർമേഷൻസിനപ്പുറത്തേക്ക് ഇതിനകത്ത് നമ്മൾ ആരും ഒന്നും പറഞ്ഞോ എഴുതിയോ വെച്ച് ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. അവർക്കറിയാം അവർ ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്നും പോയതാണ് എന്ന് അവർക്ക് വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല, എങ്ങനെ മുന്നോട്ടേക്ക് വരണം എന്നുള്ള. മാത്രമല്ല അവർ ഒരുപാട് ഹൈഡിങ് എനർജിയിലാണ് നിങ്ങളോടൊപ്പം നിലനിന്നതെന്നും കാണുന്നുണ്ട്. എഫോർട്ട് എടുക്കേണ്ടി വരുന്നു. ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് എഫോർട്ട് എടുക്കേണ്ടി വരണം. കാരണം പൂർണ്ണമായും നിങ്ങളെ വിട്ടുപോയേ, അതായത് ഇനി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. മൂവ് ഓൺ ചെയ്തു പോയ ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ്, ന്യായം തരേണ്ടി വരുമെന്ന് അവർ വ്യക്തമായിട്ടും അറിയാം. പക്ഷെ അവരതിന് തയ്യാറാണ്. നിങ്ങളിലേക്ക് വരാനും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനും നിങ്ങളോട് ചെയ്തതിനെല്ലാം തിരുത്ത് ചെയ്യാനും അവർ തയ്യാറാണ്. പക്ഷേ അവർക്ക് അതിനുള്ള ഒരു ഇമോഷൻസ് ബാലൻസ് ഇല്ല, അതായത് അതിനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവർ അത്രത്തോളം ചീറ്റിംഗ് നിങ്ങളോട് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇനി വേണ്ട എന്ന് കട്ടായം പറഞ്ഞ് ഇമോഷണലി എല്ലാം ഉപേക്ഷിച്ച് അവരെന്തോ ഒരു സക്സസ് നേടുമെന്നുള്ളൊരു രീതിയിൽ മൂവ് ഓൺ ചെയ്തു പോയൊരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളെയും മാനേജിങ് ചെയ്യാൻ കഴിവുണ്ടെന്നും നിങ്ങൾ
ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെന്നും, അതായത് ഒരു പ്രഷ്യസ് ആയ ഒരു ബ്ലെസ്സിങ്സ് ഉള്ള എനർജിയിൽ തന്നെയാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് കാണുന്നത്. പിന്നെ മൂവ് ഓൺ ചെയ്ത് അതേപോലെ തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് ഒരു ഫാസ്റ്റ് തിങ്കിങ് ആയിട്ട്, അതായത് പെട്ടെന്ന് നിങ്ങളിലേക്കൊന്ന് വന്നു ചേരാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു കൺഫ്യൂഷനാണ്, കാരണം ഒരു നിരാശയാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഓൾറെഡി അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിലും വേറെയും ഓപ്പർച്യൂണിറ്റീസുകൾ അവർക്ക് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങളിലേക്ക് വരിക, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഫോക്കസിങ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരു അവസരം. അതായത് നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്കൊരു ഭയത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം അവർ സ്വന്തമായിട്ടൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുക. കാരണം നിങ്ങളെ വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു മൂവ് ഓൺ ചെയ്തു പോയൊരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു, നിങ്ങൾ അതിൻ്റെ പെയിൻ നല്ല രീതിയിൽ അനുഭവിച്ചു എന്നതും ഈ ഒരു വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഇനിയൊരു റീസ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു എഫേർട്ടാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. എന്താണേലും ഒരു ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ അവരെടുക്കും. അതല്ലെങ്കിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു പോസിറ്റീവായൊരു അവസരം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത്. ക്ഷമിക്കണം, ഇന്നത്തെ റീഡിങ്സ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ആ ഒരു വ്യക്തിയുടെ ആവശ്യമില്ലാത്ത പ്രസൻസ് നമ്മളെ കൂടി ഒന്ന് ഡൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട മറുപടികൾ കൊടുക്കേണ്ടി വന്നതും, പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു എന്താണ് നമ്മൾ ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ഇത് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മളൊരു ബെനിഫിറ്റും കാണാണ്ട് ചെയ്തിട്ടും നമുക്ക് നേരെ വരുന്നു, അങ്ങനെ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇഷ്ടംപോലെ ക്ഷുദ്രശക്തികൾ നമ്മളെ ആക്രമിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നും വ്യക്തമായി എനിക്കറിയാം, അവരിലേക്ക് നാളെ വന്നു ചേരാൻ പോകുന്നത് എന്താണെന്ന്. പക്ഷേ എന്നാലും മറുപടി കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. നാളെ നമുക്ക് നല്ല രീതിയിൽ റീഡിങ്സ് എടുക്കാം. എന്നെ സ്നേഹിക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.